ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പണമിടപാടുകൾക്കായി സ്മാർട്ട് ഫോണുകളെയാണ് ആശ്രയിക്കുന്നത്. UPI ആപ്പുകളും മൊബൈൽ ബാങ്കിങ്ങും വന്നതോടെ നമ്മുടെ ഫോണുകൾ ഒരു ഡിജിറ്റൽ വാലറ്റായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ സൗകര്യം വർദ്ധിച്ചതോടെ സൈബർ കുറ്റവാളികളുടെ പ്രധാന ലക്ഷ്യവും നമ്മുടെ ഫോണുകളാണ്. ബാങ്ക് അക്കൗണ്ടിന് ശക്തമായ പാസ്വേഡ് ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ഫോണിലെ ഈ സെറ്റിംഗ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റിക്കോളൂ. ഏതൊക്കെയെന്നല്ലേ നമുക്ക് നോക്കാം. ഒന്നാമതായി, ആപ്പ് പെർമിഷനുകൾ നിയന്ത്രിക്കുക. ബാങ്കിംഗ് അല്ലെങ്കിൽ പേയ്മെന്റ് ആപ്പുകൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ, SMS, ക്യാമറ എന്നിവയിലേക്ക് ആവശ്യമില്ലാതെ ആക്സസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഒഴിവാക്കുക. അടുത്തത് ബയോമെട്രിക് ഓതന്റിക്കേഷൻ ആണ്. നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യാനും ബാങ്ക് ആപ്പുകൾ തുറക്കാനും ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID നിർബന്ധമാക്കുക. ഫോൺ മോഷ്ടിക്കപ്പെട്ടാൽ പോലും മറ്റൊരാൾക്ക് അത് തുറക്കാൻ കഴിയില്ല. ഓട്ടോ ലോക്ക് സമയം കുറയ്ക്കുക. സ്ക്രീൻ ലോക്ക് ആകാനുള്ള സമയം 30 സെക്കൻഡായി കുറയ്ക്കുക. ഫോൺ എവിടെയെങ്കിലും അശ്രദ്ധമായി വെച്ചാൽ പോലും പെട്ടെന്ന് ലോക്ക് ആവുകയും മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും ചെയ്യാം. അടുത്തതായി, ഇടപാട് അലേർട്ടുകൾ സജീവമാക്കുക. എല്ലാ പണം പിൻവലിക്കലുകൾക്കും ഒപ്പം പരാജയപ്പെട്ട ലോഗിൻ ശ്രമങ്ങൾക്കും SMS, ഇമെയിൽ അലേർട്ടുകൾ കൃത്യമായി സെറ്റ് ചെയ്യുക. തട്ടിപ്പുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്തത്, പ്രതിദിന ഇടപാട് പരിധി നിശ്ചയിക്കുക എന്നതാണ്. നിങ്ങളുടെ UPI, ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയ്ക്ക് ഒരു ദിവസത്തെ പരമാവധി ലിമിറ്റ് നിശ്ചയിക്കുക. അഥവാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാൽ പോലും വലിയ തുക നഷ്ടപ്പെടില്ല. അടുത്തത്, കാർഡ് ഉപയോഗം നിയന്ത്രിക്കുക എന്നതാണ്. ബാങ്ക് ആപ്പുകൾ വഴി നിങ്ങളുടെ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളുടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുകൾ, ഓൺലൈൻ പർച്ചേസുകൾ, ടാപ്പ് ആൻഡ് പേ എന്നിവ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. അടുത്തത്, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ആണ്. ബാങ്ക് ലോഗിനുകൾക്ക് വെറും പാസ്വേഡ് മാത്രം പോരാ. 2 ഘട്ടങ്ങളായുള്ള സുരക്ഷ ഉറപ്പാക്കാൻ OTP അല്ലെങ്കിൽ ഒതന്റിക്കേറ്റർ ആപ്പുകൾ വഴിയുള്ള 2 ഫാക്ടർ സുരക്ഷാ സംവിധാനം എപ്പോഴും ഓൺ ചെയ്യുക. അടുത്തത്, ലിങ്ക് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ പരിശോധിക്കുക എന്നതാണ്. നിങ്ങളുടെ ബാങ്കിംഗ് ആപ്പുകളുടെ ആക്റ്റീവ് ഡിവൈസസ് സെലക്ഷൻ കൃത്യമായി പരിശോധിക്കുക. അപരിചിതമായ എന്തെങ്കിലും ഡിവൈസുകൾ കണ്ടാൽ ഉടൻ തന്നെ അവിടെ നിന്നും ലോഗ് ഔട്ട് ചെയ്യുക. അടുത്തതായി, സ്ക്രീൻ ഷെയറിംഗ് പെർമിഷനുകൾ ഓഫ് ആക്കുക എന്നതാണ്. ഫോൺ സെറ്റിംഗ്സിലെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് പരിശോധിച്ച് അപരിചിതമായ ആപ്പുകൾക്ക് സ്ക്രീൻ ഷെയറിംഗ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി അനുമതികൾ നൽകിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി, പബ്ലിക് വൈഫൈ ഉപയോഗം ഒഴിവാക്കുക എന്നതാണ്. സൗജന്യ വൈഫൈ ഉപയോഗിച്ച് ഒരിക്കലും ബാങ്ക് ഇടപാടുകൾ നടത്തരുത്. ഫോണിൽ ഓട്ടോ കണക്ട് വൈഫൈ ഓഫ് ചെയ്ത് വെക്കുക. പണമിടപാടുകൾക്ക് മൊബൈൽ ഡേറ്റ മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അശ്രദ്ധ കൊണ്ട് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നഷ്ടപ്പെടാതിരിക്കാൻ ഈ സെറ്റിംഗുകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ പരിശോധിക്കൂ.